ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എനിക്കറിയാം, മഴയിൽ കുതിർന്ന ഒരു രാത്രിയാണ് പുലർന്നിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും കാര്യമായി മഴ പെയ്യുകയാണ്. ചില സ്ഥലങ്ങളിൽ തീവ്രമായ മഴയുണ്ട്. അത്യാഹിതങ്ങളുണ്ടായ ദിവസമാണ്. കെടുതികളുടെ വാർത്തകളിലേക്കൊക്കെ നമുക്ക് കടക്കണം. അതുപോലെ തന്നെ ചില ജില്ലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. അതൊക്കെ നമുക്ക് പരിശോധിക്കാം. പ്രൈം ടൈം ആരംഭിക്കുന്നു. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പിൽ കുരുങ്ങിയ യുവതിയെ കാണാനില്ല എന്ന് വാർത്ത വരുന്നു. കിളിമാനൂരിലെ പാർവതിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഫിസിയോതെറാപ്പിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. പാർവതിയുടെ മുറിയിൽ നിന്ന് ഒരു കുറിപ്പ് കണ്ടെത്തിയെന്ന് പറയുന്നു. പിടിച്ചു നിൽക്കാൻ വഴിയില്ലെന്നും ഞാൻ മാത്രമാണ് എല്ലാറ്റിനും ഉത്തരവാദിയെന്നും കത്തിലുണ്ട്. പാർവതിയുടെ ബന്ധുക്കൾ പോലീസിന് പരാതി കൊടുത്തു. യുവതിയുടെ ടെലഗ്രാം ചാറ്റ് പരിശോധിച്ചതിൽ നിന്ന് 4 ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് അയച്ചതിൻ്റെ രേഖകൾ കണ്ടു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷബീദ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വളരെ ഗുരുതരമായ എന്തോ ഒരു തട്ടിപ്പ് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഈ ഡിസപ്പിയറൻസിൽ ഉണ്ടായിട്ടുണ്ടോ? എസ്കെൻ, ഗുഡ് ഈവനിങ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം റൂറൽ പോലീസ് ഒന്നാകെ ഈ ദുരൂഹതയുടെ മറനീക്കാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എസ്കെൻ, മാത്രമല്ല ഓൺലൈൻ തട്ടിപ്പിന്റെ പല കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം അത് തിരുവനന്തപുരം കിളിമാനൂരിൽ നിന്ന് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ്കെൻ, ഇന്നലെ രാവിലെയാണ് കിളിമാനൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് ഈ കിളിമാനൂർ താളിക്കുഴി സ്വദേശിയായിട്ടുള്ള 29 വയസ്സുകാരി പാർവതി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. അതിനുശേഷം പാർവതിയെ ഇതുവരെയും ആരും കണ്ടില്ല എന്നുള്ളതാണ്, കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഗൗരവമുള്ളൊരു കാര്യം. ഇന്നലെ വൈകുന്നേരമായിട്ടും യുവതി വീട്ടിൽ മടങ്ങി വരാത്തതിനെ തുടർന്ന് ബന്ധുക്കൾക്ക് സംശയം തോന്നുകയും ബന്ധുക്കൾ യുവതിയുടെ മുറിയിൽ പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് ആ മുറിയിൽ നിന്ന് ഒരു കുറിപ്പും യുവതിയുടെ മൊബൈൽ ഫോണും കണ്ടെത്തിയിട്ടുള്ളത്. ആ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. സ്കെൻ, താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. എല്ലാത്തിൻ്റെയും കാരണം എൻ്റെ ടെലഗ്രാമിലുണ്ട്. അമ്മ എൻ്റെ മക്കളെ നോക്കണം, എനിക്ക് പിടിച്ചു നിൽക്കാൻ വഴിയില്ല, ഞാൻ മാത്രമാണ് എല്ലാത്തിനും ഉത്തരവാദി. ഇങ്ങനൊരു കുറിപ്പ് കണ്ടതോടെ ബന്ധുക്കൾക്ക് സംശയം തോന്നി. തുടർന്ന് ടെലഗ്രാം പരിശോധിച്ചതിൽ ഏകദേശം 4.5 ലക്ഷം രൂപ വിവിധ അക്കൗണ്ടുകളിലേക്ക് അയച്ചതിൻ്റെ രേഖകൾ കണ്ടെത്തി. ഈ വിവരത്തെ തുടർന്ന് ബന്ധുക്കൾ ഇന്നലെ വൈകിട്ടോടുകൂടി കിളിമാനൂർ പോലീസിൽ പരാതി നൽകി. കിളിമാനൂർ പോലീസ് ഈ കേസ് എടുക്കും മുൻപ് ഒരു പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ തന്നെ അതിൻ്റെ തട്ടിപ്പ്, ദുരൂഹത, ചില സംശയങ്ങളടക്കമുള്ള കാര്യങ്ങൾ കിളിമാനൂർ പോലീസിന് തോന്നി. ആ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതും ദുരൂഹമായിട്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കിളിമാനൂരിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തി 4,80,000 രൂപ ഈ യുവതി വാങ്ങിയിരുന്നു. അതിൽ 2,92,362 രൂപ സച്ചിൻ ആദിക് നലാഗി എന്നയാളുടെ അക്കൗണ്ടിലേക്ക്, ഒരു ഉത്തരേന്ത്യൻ അക്കൗണ്ടിലേക്ക് SBI ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഉത്തരേന്ത്യയിൽ പേരിലുള്ള വിവിധ ആളുകൾക്ക് ഗൂഗിൾ പേ വഴി പല തവണകളിലായി 1,50,000 രൂപ മുൻപും ഈ യുവതി ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതിൻ്റെ ടെലിഗ്രാം വിവരങ്ങളും അല്ലെങ്കിൽ ചില രേഖകളടക്കമുള്ള കാര്യങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്നാണ് പോലീസ് ഇക്കാര്യത്തിലെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കി നിലവിലിപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നത്. നിലവിലിപ്പോൾ തിരോധാന കേസാണെങ്കിലും യുവതി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള അന്വേഷണം കിളിമാനൂർ പോലീസ് നടത്തുന്നുണ്ട്. പാർവതിക്ക് 9ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. മാത്രവുമല്ല ഇവരുടെ ഭർത്താവ് വിദേശത്താണ്. ഇവരുടെ ബന്ധുക്കളുടെ അടക്കം പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സ്കെൻ, കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 1.5 മാസം മുൻപാണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ആ ഒരു പ്രതികരണം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് ഞാൻ ഷെബീദിലേക്ക് മടങ്ങി വരാം. പ്ലേ. ഇന്നലെ വൈകിട്ട് ഒരു 5:30 മണി സമയമാകുമ്പോഴത്തേക്കും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ അവളുടെ അമ്മ എന്നെ അറിയിക്കുകയും തുടർന്ന് നമ്മൾ വീട്ടിൽ പോയി നോക്കിയപ്പോൾ ഹാളിൽ നിന്നും അവളെ ഒരു മൊബൈൽ ഫോണും അതുപോലെ തന്നെ ആധാറിൻ്റെ കാർഡും ഒരു കുറിപ്പുമാണ് കിട്ടിയത്. അതിനെ തുടർന്ന് നമ്മൾ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതോ വെളിയിലുള്ള നമ്പറുകളിലേക്ക് അവൾ പൈസകൾ ട്രാൻസാക്ഷൻ നടത്തുകയും ഏകദേശം 4 ലക്ഷം രൂപയോളം 3-4 അക്കൗണ്ടുകളിലേക്ക് ട്രാൻസാക്ഷൻ നടത്തുകയും ഇന്നലെ തൊട്ട് അവളെ കാണാതാവുകയും ഇന്ന് 24 മണിക്കൂറായിട്ടും അവളെ യാതൊരുവിധ വിവരങ്ങളും കിട്ടിയിട്ടില്ല. പോലീസ് അന്വേഷിക്കുന്നതാണ് നമ്മളടുത്ത് പറഞ്ഞത്.
ഓക്കെ, താങ്ക് യു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഷഫീദ്, താങ്കൾക്ക് തുടരാം. ഇവരെ കാണാനില്ല എന്ന് പറയുന്ന പരാതിക്ക് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ബാക്കിയാകുന്നു നമുക്ക് മനസ്സിലാകുന്നു. ഈ ടെലഗ്രാം പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് രഹസ്യമായി പണം ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ടെലഗ്രാമിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏതോ ഉത്തരേന്ത്യൻ പ്രസ്ഥാനങ്ങൾ തട്ടിപ്പ് വീരന്മാർ ഇതിൻ്റെ പിന്നിൽ കടന്നു കയറിയോ എന്ന് സംശയിക്കാൻ ന്യായമുണ്ട്. പോലീസിൻ്റെ ഒരു പ്രാഥമിക ചിന്താഗതി ഏത് വഴിക്കാണ്? എസ് കെ, കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നുവെന്ന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം കഴിഞ്ഞ ദിവസം കൂടി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തതാണ്. മാത്രമല്ല, അതുമൂലം ജീവൻ നഷ്ടമാകുന്നവരുടെ എണ്ണവും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് കിളിമാനൂരിൽ ഈ യുവതിയുടെ തിരോധാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എസ് കെ, നമ്മളോട് അല്പസമയം മുൻപ് നമ്മൾ ആ ബൈറ്റിൽ പ്ലേ ചെയ്ത് അത് കണ്ടത് യുവതിയുടെ ഭർത്താവിന്റെ സഹോദരനാണ്. പുള്ളിക്കാരനാണ് ഈ കേസിന്റെ തുടർ നടപടികൾ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. പുള്ളിയോട് നമ്മൾ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ 1.5 മാസമായി യുവതിയുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ സമയം ഫോൺ ചെലവഴിക്കുന്നു, ചില ടെൻഷനുകൾ യുവതിക്കുണ്ട്. മാത്രവുമല്ല, ഈ ടെലഗ്രാം വിവരങ്ങൾ ഇവർ നോക്കുമ്പോൾ ഇവർ കണ്ടത് 4,90,000 രൂപ ഇന്നലെ മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് അവർ അതിന്റെ SBI വിവരങ്ങൾ അയച്ചു കൊടുത്തതിന്റെ SBI വിവരങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് 1.5 ലക്ഷം രൂപയോളം ഇവർ പല തവണയായി ഉത്തരേന്ത്യൻ പേരുള്ള അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 6 ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പിന് ഇവർ കുരുങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയം ബന്ധുക്കൾക്കുണ്ട്. സമാനമായ സംശയം കിളിമാനൂർ പോലീസിനുമുണ്ട്. പ്രത്യേകിച്ച് കിളിമാനൂർ പോലീസ് ഒരു തിരോധാന കേസെന്ന് അന്വേഷണം നടത്തി ആരംഭിച്ചൊരു അന്വേഷണം അതിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരുപക്ഷേ നാളെ പ്രഭാതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അത് എത്തും. പ്രത്യേകിച്ച് കേരളത്തിലെ ചില ആളുകളെ, പ്രത്യേകതരം ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ചില തട്ടിപ്പുകളുടെ വിവരങ്ങൾ ഒരുപക്ഷേ നാളെ പുലർച്ചെ നമുക്ക് ലഭിച്ചേക്കും. ഏതായാലും ഈ യുവതി ഇപ്പോൾ എവിടെ, എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. യുവതിയുടെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ വലിയ ടെൻഷനിലാണ്. നമ്മളിപ്പോൾ ഈ വിവരം പങ്കുവയ്ക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ യുവതിയെക്കുറിച്ച് വിവരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ കിളിമാനൂർ പോലീസിൽ വിവരം അറിയിക്കണം, അല്ലെങ്കിൽ പോലീസിന്റെ ഏതെങ്കിലും സംവിധാനത്തിൽ വിവരം അറിയിക്കണം. പോലീസ് വളരെ ഗൗരവത്തിൽ ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. മാത്രമല്ല, ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അത് നാളെ വിവരങ്ങളായി പോലീസ് പങ്കുവയ്ക്കാമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. സ്കേൻ, താങ്ക് യു. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അവധിയുള്ള ജില്ലകളുടെ പേരുകൾ ഒന്നുകൂടി പറയാം. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. ഈ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. ഇടുക്കിയിലും വയനാട്ടിലും റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ അവധി ബാധകമല്ല. മലപ്പുറത്ത് നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മദ്രസകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ. കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫിലും നടക്കുന്ന ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾക്ക് മാറ്റമില്ല. പരീക്ഷകൾ നടക്കും. നമുക്ക് ഈ ഇന്നത്തെ പ്രൈം ടൈമിൻ്റെ അതിഥിയുണ്ട്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിൽ നോ ടു ഡ്രഗ് ക്യാമ്പയിൻ്റെ 5ാം ഘട്ടത്തിന് തുടക്കം കുറിച്ച സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികളുടെ ബാഗ് അധ്യാപകർ പരിശോധിക്കരുതെന്ന ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു. ലഹരി സംശയം സംബന്ധിച്ച് കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും സംശയം തോന്നിയാൽ ബാഗോ മറ്റോ പരിശോധിക്കുന്നതിനും അധ്യാപകർ മടിക്കേണ്ടതില്ല എന്നും അതിനൊരു സമിതിയും എതിരാകരുത് എന്നും പരിപാടി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലഹരി വിരുദ്ധ പ്രചാരണത്തിലെ 24 ഇടപെടലിനെ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ ഇന്ന് പ്രകീർത്തിക്കുകയും ചെയ്തു. ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന്റെ 5ാം ഘട്ടം 2026 ജനുവരി 30 വരെ നീണ്ടു നിൽക്കുമെന്ന് മുഖ്യമന്ത്രി. സമ്പൂർണ്ണ ലഹരിമുക്ത കുടുംബം പദ്ധതി നടപ്പാക്കും. ലഹരി മാഫിയ സ്കൂൾ കുട്ടികളെ വലിയ തോതിൽ ലക്ഷ്യമിടുന്നു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം തടയേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സമൂഹത്തിനാകെ. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അതിന് പ്രത്യേക ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അധ്യാപകർ കുട്ടികളുടെ ബാഗ് പരിശോധിക്കരുതെന്ന ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം തള്ളി. കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും സംശയം തോന്നിയാൽ അവരുടെ ബാഗുകളോ മറ്റോ പരിശോധിക്കുന്നതിനും അധ്യാപകർ ഒരു കാരണവശാലും മടി കാണിക്കേണ്ടതില്ല. ഒരു സമിതിയും ഇക്കാര്യത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. മയക്കുമരുന്നിന്റെ ആസ്ഥാനം എന്ന തരത്തിൽ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുന്നുവെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. കേരളമാണ് മയക്കുമരുന്നിന്റെ ആസ്ഥാനം എന്ന നിലയിലുള്ള വളരെ ആസൂത്രിതവും ബോധപൂർവവുമായിട്ടുള്ള ഒരു വിദ്വേഷ പ്രചരണത്തിന്റെ ഒരു പുതിയ
തലം ഇപ്പൊ കേരളത്തിനെതിരെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഏറ്റെടുത്ത 24-നെ പ്രകീർത്തിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ. സമൂഹത്തിലെ എല്ലാവിധ സംഘടനകളിലും എല്ലാ ഓർഗനൈസേഷനുകളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുത്തിട്ട് ഇൻക്ലൂഡിംഗ് മീഡിയകൾ 24 ചാനൽ തന്നെ വളരെയധികം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതെല്ലാം വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മുടെ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികൾ കുട്ടികളാണെന്ന് സ്കൂൾ തല ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് ഇപ്പോൾ നമുക്കൊപ്പം അതിഥിയായി ചേരുകയാണ് പ്രൈം ടൈമിൽ. മിനിസ്റ്റർ സ്വാഗതം. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. ഈ ദിവസം താങ്കളോട് സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. പ്രത്യേകിച്ച് ഇന്നൊരു വലിയ തുടക്കം സംസ്ഥാന സർക്കാർ കുറിച്ചിരിക്കുകയാണല്ലോ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എക്സൈസ് വകുപ്പിനാണെന്നും എനിക്കറിയാം. നമ്മൾ യാത്രയെ കഴിഞ്ഞുള്ളൊരു ക്ഷീണത്തിലാണ് എന്ന് താങ്കൾക്കറിയാം. പക്ഷേ ഈ പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. ഒരുപക്ഷെ സർക്കാരിനൊപ്പം ഈ മയക്കുമരുന്ന് ലോബികളുടെയൊക്കെ കടവേറിറക്കാൻ കൂടെ നമ്മൾ ഉണ്ടാകും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലഹരി വിരുദ്ധ ദിനത്തെ പ്രത്യേകിച്ചും സ്കൂളുകൾ കേന്ദ്രമാക്കി കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് പൊതുവെ എടുത്ത തീരുമാനം എന്താണ് ശ്രീ MB രാജേഷ്? ആദ്യമായി അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ SKNഉം 24 ചാനലും ഈ വിഷയത്തിൽ നൽകിയ പിന്തുണയ്ക്ക് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നടത്തിയ ഇടപെടലിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടലാണ്. കൂട്ടത്തിൽ SKN ഒരു കാര്യം കൂടി പറയാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഇതേ പിന്തുണ മറ്റൊരു കാര്യത്തിൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത് മയക്കുമരുന്ന് പോലെ തന്നെ ഒരു വിപത്ത് എന്ന് വിശേഷിപ്പിക്കാവുന്ന മാലിന്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ്. അതുകൂടി ഈ സന്ദർഭത്തിൽ പറയുന്നത് അനുചിതമാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ MB രാജേഷ്, താങ്കളുടെ ഈ മാലിന്യമുക്ത കേരളം എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്ത് നിലപാട് വേണമെങ്കിലും നമ്മൾ സ്വീകരിക്കും, എന്ത് സഹായം വേണമെങ്കിലും ഒരു മാധ്യമം എന്ന നിലയിൽ നമ്മൾ ചെയ്യുകയും ചെയ്യും. താങ്കൾ ധൈര്യമായിട്ട് ഈ കാര്യത്തിൽ നല്ല ധീരമായ നിലപാടുകൾ എടുക്കുക. അതിലൊന്നും ഒരു കുഴപ്പമില്ല. താങ്ക് യു. അപ്പോൾ 24 ചാനലിൻ്റെ യാത്രയുടെ അടിസ്ഥാനത്തിൽ തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ എത്ര ഗൗരവത്തോടെയാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ മയക്കുമരുന്നിനും ലഹരിക്കുമെതിരായിട്ടുള്ള ഒരു പ്രതിരോധം ഒരുക്കുന്നതിൽ കണ്ടത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിനുവേണ്ടി ഒരു യോഗം, ഒരുപക്ഷെ അത് വളരെ അസാധാരണമായിട്ട് ആയിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക, യോഗം വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ നിങ്ങൾ സമർപ്പിച്ച റിപ്പോർട്ട്, അതിലെ നിർദ്ദേശങ്ങൾ ഗൗരവമായിട്ട് പരിശോധിക്കുകയും അത് സംബന്ധിച്ച് അതിലെ കുറേ നിർദ്ദേശങ്ങൾ നേരത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത ഒരു വിപുലമായിട്ടുള്ള യോഗത്തിൽ ഉയർന്നു വന്നതാണ്. അത് തുടർ നടപടികൾക്കായിട്ടൊരു തിങ്ക് ടാങ്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പുതിയ ചില കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്താൻ തീർച്ചയായിട്ടും അന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം SKN തന്നെ ഓർക്കുന്നുണ്ടാവും, എക്സൈസിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്നതാണ്. അക്കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയുമായിട്ടൊക്കെ അക്കാര്യം സംസാരിച്ചു കഴിഞ്ഞതാണ്. അതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കും. പിന്നെ ശ്രീ MB രാജേഷ്, ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ വയനാടിന്റെ ബോർഡറിൽ വെച്ചിട്ട് ഞങ്ങളൊരു സംഭവം കണ്ടു. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ യഥാർത്ഥ ഈ ബാവലി പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, അതിനടുത്താണ് ഈ സംഭവം. അവിടെ ഒരു പോലീസുകാരൻ, ശരിക്കും അത് താങ്കൾക്ക് അറിയുന്ന പോലെ വനപ്രദേശമാണ്, അതിൻ്റെ ഊടുവഴികളിലൂടെയൊക്കെ തന്നെ മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ മയക്കുമരുന്ന് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വാഹകരും അവിടെയുണ്ട് നമുക്ക് മനസ്സിലായി. അതൊക്കെ ഒരു ട്രാൻസിറ്റ് ഏരിയ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഈ ആ സ്ഥലത്ത് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രാവിലെ 7 മണിക്ക് വന്ന് നിന്നാൽ രാത്രി 8-9 മണി വരെ അയാൾ അവിടെ നിൽക്കും. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഈവനും പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാൻ പോലെയുള്ള സൗകര്യങ്ങൾ ഈ സ്ഥലത്തില്ല. നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായ ഒരു കാര്യമാണ്. അത് എനിക്കൊന്ന് എക്സൈസ് പോലെ തന്നെ പോലീസിനും സ്റ്റാഫിൻ്റെ കുറവുണ്ട്, സൗകര്യങ്ങൾ കുറവുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കും? ഞാനത് ആ റിപ്പോർട്ടിൽ ശ്രീ രാജേഷ് അത് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ സേവനങ്ങൾ, മിടുക്കരായ ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്തിട്ടുണ്ടല്ലോ, 56 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പ്രായമല്ല കേരളത്തിൽ. അപ്പോൾ അവരുടെ സർവീസ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ എക്സൈസിനും, കാരണം നമ്മുടെ
നമ്മുടെ കുട്ടികൾ ചെന്നുപെട്ടിരിക്കുന്ന ഈ മഹാ അപകടം, നമ്മുടെ യുവതലമുറ പെട്ടിരിക്കുന്ന അപകടം, അതിൻ്റെ വ്യാപ്തി എത്രയോ കൂടുതലാണ് എന്ന് എൻ്റെ യാത്രയിൽ എനിക്ക് മനസ്സിലായി. മാത്രമല്ല, ഞാൻ കണ്ടറിഞ്ഞ കേരളമല്ല യഥാർത്ഥ കേരളം എന്ന് പോലും തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീ എം പി രാജേഷിനും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഈ നാട് മൊത്തം സഞ്ചരിച്ച് നടക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ താങ്കൾക്കും അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. ആരുടെ സേവനവും ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. സമൂഹത്തെ ആകെ നമ്മൾ അണിനിരത്തുകയാണല്ലോ ഈ ക്യാമ്പയിനിൽ, ഇതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൽ. അതുകൊണ്ട് ആരുടെ സേവനവും ഉപയോഗിക്കുന്നതിന് ഒരു തടസ്സവും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചില്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ, എക്സൈസിൻ്റെ ചെക്ക് പോസ്റ്റുകൾ നമ്മൾ ആരംഭിച്ചിടത്തൊക്കെ ഈ സൗകര്യങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെയ്നർ ചെക്ക് പോസ്റ്റ് എന്നൊരാശയം വളരെ വിജയകരമായി തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഇത് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടികളും സ്വീകരിക്കും. എന്തായാലും എക്സൈസിനെ ശക്തിപ്പെടുത്താൻ ധാരാളം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ്, അത് ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആവിഷ്കരിച്ചത്. അത് നല്ല ഫലം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ തോതിലുള്ള മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്നതിന് സഹായകരമായിട്ടുള്ളൊരു കാര്യം അതാണ്. ക്രൈംബ്രാഞ്ച് ഈ ഗവൺമെൻറ് രൂപീകരിച്ചതാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച്. ക്രൈംബ്രാഞ്ചിനെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ തുടർന്ന് സ്വീകരിക്കും. ക്രൈംബ്രാഞ്ച് വന്നതിൻ്റെ വ്യത്യാസം എന്താ? വ്യത്യാസം കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ, വളരെ ഗൗരവമുള്ള കേസുകൾ അന്വേഷിച്ച് തെളിയിക്കുന്നതിൽ, വലിയ തോതിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ വിജയിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ 35 വർഷം വരെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസുകളിൽ ശിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അനേകം കേസുകളിൽ 25 വർഷം വരെ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശിക്ഷയുടെ കൂടുതൽ കഠിനമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന തരത്തിൽ പഴുതടച്ച അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിൻ്റെ രൂപീകരണം സഹായകരമായിട്ടുണ്ട്. വാഹനങ്ങൾ എക്സൈസിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആധുനികമായിട്ടുള്ള വാഹനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇനിയും വാഹനങ്ങൾ വാങ്ങി നൽകുന്നതിന് സഹായകരമായി ഇപ്പോൾ നിലവിൽ 15 വർഷമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും റീപ്ലേസ് ചെയ്യുന്നതിന് സഹായിക്കും. അതിനാവശ്യമായിട്ടുള്ള പണം നൽകാം എന്ന് ധനകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സൈസിനെ ശക്തിപ്പെടുത്തുന്നതിനും നവീകരിക്കുന്നതിനും ഈ സർക്കാർ ഈ സാമ്പത്തിക ഞെരുക്കത്തിനെല്ലാം ഇടയിലും പ്രത്യേകമായിട്ടുള്ള താല്പര്യമെടുത്തിട്ടുണ്ട്. അത് തുടരും. ശക്തമായിട്ടുള്ള ഒരു സേനയാക്കിയിട്ട് എക്സൈസിനെ മാറ്റിക്കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നത്തെ നമ്മൾ നേരിടാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 2 വശങ്ങളുണ്ട്. ഞാൻ ഇന്നത് അവിടുത്തെ അധ്യക്ഷ പ്രസംഗത്തിനും പറഞ്ഞിരുന്നു. ഒരു ദ്വിമുഖമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഇതിനെ സാമൂഹിക വിപത്തായിട്ട് കാണുകയും സമൂഹത്തെയാകെ അണിനിരത്താൻ ശ്രമിക്കുകയും ചെയ്യുക. അതിലാണ് ഇപ്പോൾ 24 നൽകിയിട്ടുള്ള പിന്തുണയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിത്തീരുന്നത്. ഒരു ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിൽ, സമൂഹത്തെ ആകെ മൊബിലൈസ് ചെയ്യുന്നതിൽ ഒക്കെ മാധ്യമങ്ങൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ശക്തിപ്പെടുത്തുക എന്നതാണ്. നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് പഴുതടച്ചതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നേരത്തെ അവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം ഇവിടെ ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടി എന്ന് പറയുമ്പോൾ തന്നെ അത് കേരളത്തിൽ മാത്രമുണ്ടായ പ്രതിഭാസമല്ല എന്നും, ലോകത്താകെയും രാജ്യത്തും വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ സ്ഥിതി ഞാനതൊരു ആശ്വാസകരമായ കാര്യമായിട്ടോ ലഘൂകരിക്കാനോ പറയുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ. മറിച്ചൊരു പ്രചരണം നടക്കുന്നത് കൊണ്ടാണ്. കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം, കേരളമാണ് ഇപ്പോൾ ആസ്ഥാനം, പഞ്ചാബിനെ പിന്തള്ളി എന്നൊക്കെയുള്ള അങ്ങേയറ്റം തെറ്റായ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചരണങ്ങളുടെ പിന്നിൽ മറ്റുദ്ദേശങ്ങളാണുള്ളത്. ഒരു കണക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറപ്പെടുവിച്ച ഔദ്യോഗിക റിലീസാണ്. അത് ഫെബ്രുവരി മാസത്തിലേതാണ്, 2025 ഫെബ്രുവരി മാസത്തിലേതാണ്. അതിൽ പറഞ്ഞത് 24-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തു എന്നാണ്. തൊട്ട് മുമ്പത്തെ സാമ്പത്തിക വർഷം അത് 16,000 കോടിയുടേത് മാത്രമായിരുന്നു. ഒറ്റ വർഷം കൊണ്ടുണ്ടായിട്ടുള്ള വർധനവ് രാജ്യത്താകെ 55%. 25,000 കോടിയുടെ മയക്കുമരുന്ന് ഇന്ത്യയിലാകെ പിടിച്ചെടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കേസും ഏറ്റവും കൂടുതൽ അറസ്റ്റും നടന്നത് കേരളത്തിലാണ്. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് 25,000 കോടിയിൽ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്തത് 100 കോടിയോളം വരുന്ന 100 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് മാത്രമാണ് എന്നതാണ്. അതിനർത്ഥം സ്മോൾ ക്വാണ്ടിറ്റി പോലും ഇവിടെ പിടിച്ചെടുക്കപ്പെടുന്നു, എൻഫോഴ്സ്മെൻറ്റ് കുറ്റമറ്റ നിലയിൽ നടക്കുന്നു എന്നുള്ളതാണ്. കൺവിക്ഷൻ റേറ്റും ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നത് കേരളത്തിലാണ്, 98.19%. ദേശീയ ശരാശരി 78% മാത്രമാണ്. നമ്മുടെ അയൽപക്കത്തുള്ള ചില സംസ്ഥാനങ്ങളിലേത് 25% മാത്രമാണ്. അതിനർത്ഥം കേരളത്തിൽ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളും പുറം ലോകം കാണുന്നില്ല, അവർ ജയിലിൽ പോകുമെന്ന് ഉറപ്പാണ് എന്നാണ്. 100-ൽ 98 പേരും ജയിലിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ കേസിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടുക
പ്രയാസമാണ് കേരളത്തിൽ എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ശ്രീ എം പി രാജേഷ്, ഈ SKN40യുടെ രണ്ടാം ഘട്ടം നമ്മൾ ആരംഭിക്കുകയാണ്. അടുത്ത മാസം 20-ാം തീയതി ജ്യോതിർഗമയ എന്ന പേരിൽ ഒരു മാസീവായിട്ടൊരു ബോധവൽക്കരണത്തിലേക്ക് സംസ്ഥാന സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഏതാണ്ടൊരു ജൂലൈ 20-ന് അടുത്ത മാസം 20-ാം തീയതി ഞായറാഴ്ച ഒരു 6-7 മണിക്കൂർ തത്സമയം പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ചും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടി 24 തത്സമയം വരികയാണ്. എനിക്കറിയാം എക്സൈസ് വകുപ്പ് നമ്മുടെ യാത്രക്കിടയിലൊക്കെ അതിധീരമായ നിലപാടുകൾ പലയിടങ്ങളിലും എടുക്കുന്നത് നമ്മൾ കണ്ടു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അതിശക്തമായ തീരുമാനങ്ങളെടുത്ത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യക്ഷമായ ഇൻസ്ട്രക്ഷനും അതിനുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഈ ലോക വിരുദ്ധ ദിനത്തിൽ നമ്മുടെ ഈ ചെറിയൊരു സംവാദം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഈ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വലിയ ടെൻഷനുള്ള അമ്മമാരും രക്ഷകർത്താക്കളും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് താങ്കൾ വളരെ സംക്ഷിപ്തമായി എന്താണ് ആവശ്യപ്പെടുന്നത്? സർക്കാരിൻ്റെ ഈ നീക്കത്തിന് എന്ത് പിന്തുണയാണ് താങ്കൾ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് അവരോട് പറയാനുള്ളത് സർക്കാരിനൊപ്പം നിൽക്കുക എന്നതാണ്. സർക്കാർ അവരുടെ കൂടെയുണ്ട്. എക്സൈസും പോലീസും ഇപ്പോൾ വാട്സാപ്പ് നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ വരുമ്പോൾ ധൈര്യമായിട്ട് ആ വാട്സാപ്പ് നമ്പറിലേക്ക് വിവരം അറിയിക്കാം. ഇന്ന് മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അടിവരയിട്ട് വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണത്. അത്തരം വിവരങ്ങൾ തരുന്ന ഏതെങ്കിലും വിവരം ചോർന്നാൽ അതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ സർവീസിലുണ്ടാവില്ല എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് നൽകുന്നൊരു വാക്കാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എക്സൈസിനും പോലീസിനും വിവരം തരാം. അത് ആ വിവരം പുറത്തു പോവുകയില്ല, സുരക്ഷിതമായിരിക്കും. ധാരാളം പേർ ഇപ്പോൾ വിവരം തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വലിയ തോതിൽ പിടിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് വിവരം സർക്കാർ എക്സൈസിനും പോലീസിനും കൈമാറുക. തങ്ങളുടെ കുട്ടികളോ വേണ്ടപ്പെട്ട ആരെങ്കിലുമോ ഇതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൂടി വയ്ക്കാതിരിക്കുക. കാരണം ഇതിനെ യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുക, അതിന് പരിഹാരം കാണുക എന്നതാണ് വേണ്ടത്. മൂടി വെച്ചതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനാവുകയില്ല. ഒരു കാര്യം കൂടി, SKNന്റെ അടുത്ത ഘട്ടം യാത്രയിൽ എവിടെയെങ്കിലും ഒരിടത്ത് പങ്കുചേരാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല നമ്മുടെ ലൈവ് പരിപാടിയിൽ തന്നെ താങ്കൾ പങ്കെടുക്കണം. നമ്മുടെ ഈ ജ്യോതിർഗമയ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഞാൻ വിശദാംശങ്ങളൊക്കെ താങ്കളെ അറിയിക്കാം. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ശ്രീ എം പി രാജേഷ്. താങ്കളുടെ ആദർശനിഷ്ഠമായ ഒരു രാഷ്ട്രീയ ജീവിതം എനിക്കറിയാം. താങ്കൾ ധൈര്യമായി മുന്നോട്ട് പോവുക. നമുക്ക് ഇതിൻ്റെ തായ്വേരർത്ഥം മതിയാകൂ. താങ്ക് യു ശ്രീ എം പി രാജേഷ്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയൊരു തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ലഹരി വ്യാപനം തടയാൻ സർക്കാരിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് വകുപ്പും സംസ്ഥാന മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പോലീസും എല്ലാം നടപടികൾ എടുക്കുന്നു എന്നറിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മാത്രം ചുമതലയായത് ആളുകൾ കാണരുത്. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം കുട്ടികളും നമ്മുടെ ആളുകളും ഈ മയക്കുമരുന്നിൽ മുഖം കുത്തി വീഴാൻ പാടില്ല. രാസലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് കാണരുത്. അതിനുവേണ്ടി ഒറ്റ ലക്ഷ്യത്തോടെയായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമോ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്. 24ന്റെ SKN40 കേരള യാത്രയുടെ ഭാഗമായി തുറന്നു കാണിച്ച തലശ്ശേരി നഗരഹൃദയത്തിലെ ലഹരി കേന്ദ്രത്തെ മാറ്റിയെടുക്കാൻ തലശ്ശേരി നഗരസഭ ഇന്ന് തീവ്ര ശ്രമമാണ് നടത്തിയത്. വളരെ ആത്മാഭിമാനത്തോടെയാണ് നമ്മളൊക്കെ തന്നെ ആ പരിപാടി കണ്ടത്. ലഹരി സംഘത്തിൻ്റെ താവളമായി പഴയ പോർട്ട് കെട്ടിടവും പരിസരവും ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി ശുദ്ധീകരിച്ചു. 24ന്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ പ്രദേശത്ത് പോലീസും എക്സൈസും നിരീക്ഷണം ശക്തമാക്കിയത്. മറ്റൊന്നുകൂടി പറയാം, മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച ഈ റിപ്പോർട്ടിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ, അതായത് രഹസ്യരേഖയായി സമർപ്പിച്ച ഭാഗത്ത് ഈ തലശ്ശേരിയിലെ ഈ വ്യാപിപ്പിക്കുന്ന ഈ പ്രദേശത്തെക്കുറിച്ച് അവിടുത്തെ രാസലഹരിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രദേശവാസികൾ കടന്നുചെല്ലാൻ ഭയപ്പെട്ടിരുന്ന തലശ്ശേരി നഗരകേന്ദ്രത്തിലെ ലഹരി താവളമായിരുന്നു ഇത്. പലതവണ പരാതി ഉയർന്നെങ്കിലും നടപടി ഉണ്ടായില്ല. SKN40 യാത്രയുടെ ഭാഗമായി ലഹരി സംഘങ്ങളുടെ കേന്ദ്രം ജനസമക്ഷം തുറന്നു കാണിച്ചു. പിന്നാലെയാണ് പോലീസും എക്സൈസും പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയത്. ലഹരി താവളത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കുന്നതിനായാണ് നഗരസഭയും പോലീസും സന്നദ്ധ സംഘടനകളും എല്ലാം ഇപ്പോൾ ഒരുമിച്ചിറങ്ങിയത്. ആദ്യഘട്ടത്തിൽ ശുചീകരണം, തുടർന്ന് മാരിടൈം ബോർഡിന്റെ അനുമതിയോടെ കെട്ടിടം പ്രവർത്തനയോഗ്യമാക്കാനാണ് തീരുമാനം. ഇപ്പം 24-ൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും ആ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇത്രയും തുക ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ടാക്കിയ ഈ ബിൽഡിംഗ് ഇങ്ങനെ ഒരു അനാഥ നിലയിൽ ഉണ്ടാകുമ്പോൾ അവരെയും നമ്മൾ വിളിച്ചു. അതുപോലെ തന്നെ പോലീസ് എല്ലാവരുടെയും സഹായ സഹകരണത്തോടെയാണ് ഇന്ന് ഇവിടെയുള്ള വൃത്തികേടുകളും മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നത്.
നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് ഇട്ടിട്ട് ഈ പ്ലേസിനെ മാക്സിമം ക്ലീനും സേഫും ആക്കാനുള്ള ഒരു എഫേർട്ട് തന്നെയാണ് നമ്മളിടുന്നത്. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഇവിടുന്ന് ഒരുപാട് കേസ് പിടിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരത്തിലോട്ടുള്ള മൂവ്മെൻറ്റ് നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ ചെയ്യുക തന്നെയാണ്. മോണിറ്ററിംഗ് സർവൈലൻസ് ഉണ്ടാവും. ഇതായിട്ടുള്ള ഇമ്മീഡിയറ്റ് ഒരു സ്റ്റെപ്പാണ്. ഇതിന് ശേഷം ക്യാമറ വെച്ചിട്ട് നിരന്തരമായിട്ടുള്ള ഒരു മോണിറ്ററിംഗും നടക്കും. പിന്നെ കേസുകൾ എന്തെങ്കിലും വന്നാൽ ശേഷം നമുക്ക് ആക്ഷൻ എടുക്കാം. അതേസമയം ലഹരി വിരുദ്ധ ദിനത്തിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഗുഡ് മോർണിംഗ് വിത്ത് SKN ഷോയിൽ അതിഥിയായി എത്തി. വോക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തി രമേശ് ചെന്നിത്തല നയിക്കുന്ന ലഹരി വിരുദ്ധ റാലി കൊല്ലത്ത് സംഘടിപ്പിച്ചു. കേരളത്തെ രക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ രാഷ്ട്രീയമില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് ലഹരിക്കെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റമാണ്. കേരളം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണിത്. ഇതിനകത്ത് രാഷ്ട്രീയമോ മത ജാതി ചിന്തകളോ ഒന്നുമില്ല. ഇതിനകത്ത് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. 24 കണ്ണൂർ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 3 പേർ മരിച്ചു. തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് കാണാതായ മീൻപിടുത്ത തൊഴിലാളിക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പലയിടങ്ങളിലും നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്, പുഴകൾ കരകവിഞ്ഞു. അടുത്ത 3 ദിവസം മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് വന്നു. വരുന്ന 3 ദിവസം സംസ്ഥാനത്തെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അവധിയില്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ആദ്യം ചേരുന്നു. ഗുഡ് ഈവനിങ് അലക്സ് റാം. ഈ മഴ മുന്നറിയിപ്പിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ, പൊതുവിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ഗുഡ് ഈവനിങ്. SKN കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അടുത്ത 3 ദിവസം കൂടി അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരും എന്നുള്ളതാണ് അവരുടെ മുന്നറിയിപ്പായി വരുന്നത്. ഈ 3 ദിവസവും സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും പ്രത്യേക ജാഗ്രത വേണം. മലയോര മേഖലകൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം മലയോര മേഖല അത് വടക്കൻ കേരളത്തിലാകട്ടെ മധ്യ കേരളത്തിലാകട്ടെ ഇടുക്കി, വയനാട് പോലുള്ള ജില്ലകളിൽ അതിതീവ്ര മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 300 മില്ലിമീറ്ററിന് മുകളിൽ മഴ ഇടുക്കിയിൽ പലയിടത്തും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രേഖപ്പെടുത്തുമ്പോൾ ഏതാണ്ട് 200 അല്ലെങ്കിൽ 240 മില്ലിമീറ്റർ വരെ മഴ മുണ്ടക്കൈ പോലുള്ള പ്രദേശത്ത് വയനാട് ജില്ലയിൽ രേഖപ്പെടുത്തുന്നു. അത്തരത്തിൽ ഈ ഫ്രജൈലായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇത്തരം മഴ കാര്യമായി പെയ്യുന്നുണ്ട്, തീവ്ര മഴ ലഭിക്കുന്നുണ്ട്. അതിനാൽ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത തുടരണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ഈ മേഖലയിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത ഇന്നും, അതായത് ഈ രാത്രിയും നിലനിൽക്കുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇടുക്കിയിലും മലപ്പുറത്തും വയനാടും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 21 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൻ്റെ അർത്ഥം. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാകട്ടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിശക്തമായ മഴ ഈ ജില്ലകളിൽ ഉണ്ടാകും. അതായത് 11 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിച്ചേക്കാം എന്നുള്ളതാണ് പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിലാകട്ടെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ ജില്ലകളിലുമുണ്ട്. നാളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അവിടെ തന്നെ 5 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്, അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് എറണാകുളത്തും ഇടുക്കിയിലും തൃശ്ശൂരിലും മലപ്പുറത്തും വയനാടുമാണ് നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. SKN പ്രധാനപ്പെട്ട കാര്യം മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത തുടരണം. തീരവുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂർ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് ആവർത്തിച്ച് നൽകുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി. അത് മാത്രമല്ല, ഈ മലയോര മേഖലയിൽ ഇത്തരത്തിൽ മഴ ഇങ്ങനെ നിന്നു പെയ്യുന്ന പശ്ചാത്തലത്തിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ പോലുള്ള അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളോട് തയ്യാറായിരിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അടുത്ത 3 ദിവസം അവധിയില്ല എന്നുള്ള കാര്യം ലാൻഡ് റവന്യൂ കമ്മീഷൻ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ട് അവധികൾ ക്യാൻസൽ ചെയ്യുന്നതിനും അവരെല്ലാം ഈ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള നിർദ്ദേശം മന്ത്രി അടക്കമുള്ളവർ നൽകിയിട്ടുണ്ട്. അത്തരം ജാഗ്രത സർക്കാർ സംവിധാനങ്ങളടക്കം പാലിക്കുന്നു. ജാഗ്രത തുടരേണ്ടതുണ്ട്. പല നദികളിലേക്കുമൊക്കെയുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ നദികളുടെ കരകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂക്ഷമാണ്. അതിനാൽ അത്തരം ജാഗ്രതയും കൂടെ പാലിക്കണം. SKN ഈ മഴയുടെ കാരണമായി പറയുന്നത് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ കാലവർഷം സജീവമാകാൻ കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. പല ജില്ലകളിലും മഴ കാര്യമായി പെയ്യുന്നുവെന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ എഴുതുന്നുണ്ട്. സ്ഥലങ്ങൾ ഞാൻ വായിക്കുന്നില്ല. അത്ര കൂടുതൽ സ്ഥലങ്ങളിൽ തീവ്രമായ മഴയുണ്ടെന്നാണ് അവർ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിനോട് കണക്ട് ചെയ്ത് ചോദിക്കുന്നത് ഈ ഭാഗത്ത് അവധി തന്നിട്ടില്ലല്ലോ, ഇവിടെ അവധിയുണ്ടോ എന്നാണ്. ഈ അവധിയുള്ള സ്ഥലങ്ങളുടെ വിശദാംശങ്ങളാണ് നമ്മുടെ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ടിക്കർ എന്ന സാങ്കേതികമായി നമ്മൾ വിളിക്കുന്ന സ്ഥലത്ത് ഈ അവധിയുടെ പൂർണ്ണ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ പരിപാടി അവസാനിപ്പിക്കും മുമ്പ് ഞാൻ ഈ അവധി ഏതൊക്കെ സ്ഥലത്താണ് എന്ന് ഒരിക്കൽ കൂടി പറയാം. എന്തായാലും ഈ നിങ്ങൾ ആവശ്യപ്പെടുന്ന പല സ്ഥലങ്ങളിലും അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് നേര്.
ഇടുക്കിയിൽ നിയന്ത്രണങ്ങൾ നീട്ടിയെന്ന് ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ വിജയൻ അറിയിക്കുന്നു. ജലവിനോദങ്ങൾക്കും സാഹസിക വിനോദങ്ങൾക്കും ഈ 28-ാം തീയതി വരെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള രാത്രികാല യാത്രയ്ക്കും 28-ാം തീയതി വരെ നിരോധനം ഉണ്ടാകും. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. ഇടുക്കി ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജില്ലാ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നത്. ജലവിനോദങ്ങൾക്കും അതുപോലെ തന്നെ സാഹസിക വിനോദങ്ങൾക്കും 28-ാം തീയതി വരെ, അതായത് 28 വരെ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്നുവരെ നിയന്ത്രണം ഉണ്ടാകും. അതുപോലെ തന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്രയ്ക്ക്, രാത്രികാല യാത്രയ്ക്ക് പൂർണ്ണമായിട്ടും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പകൽ ആവശ്യഘട്ടങ്ങളിൽ മാത്രം മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം വരികയും ചെയ്തിട്ടുള്ളത്. കാരണം മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത ഈ പ്രദേശത്ത് കൂടുതലാണ് എന്നുള്ളതാണ് വളരെ പ്രധാനമായും എടുത്തു പറയുന്നത്. മാത്രമല്ല, നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്തൂടെയുള്ള യാത്രയും കർശനമായി നോക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണെടുത്തു മാറ്റിയിട്ടുണ്ട്. അവിടെ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണ് എന്നുള്ളത് ജില്ലാ ഭരണകൂടം നടത്തിയ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഏറ്റവും പ്രധാനമായും പറയേണ്ടത് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് തന്നെയാണ്. കാരണം റൂൾ കർവ് പരിധിയിലേക്ക് ജലനിരപ്പ് അടുക്കുകയാണ്. നിലവിൽ 134.5 അടിയാണ് ആ ഡാമിലെ ജലനിരപ്പ്. ഡാമിലേക്കുള്ള നീരൊഴുക്കും കാര്യമായി തന്നെ കൂടുകയും ചെയ്തിട്ടുണ്ട്. 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കും എന്നുള്ളതാണ് തമിഴ്നാട് അല്പസമയം മുമ്പ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഇടവിട്ട് ശക്തമായ മഴ ഇടുക്കിയിൽ തുടരുകയാണ്. സ്കെയിൻ. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ എന്നെ സമ്മർദ്ദം ചെലുത്താം. എനിക്ക് സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. കാര്യം അവധി വേണം. ചില ആൾക്കാരെ കളക്ടർ ഉറങ്ങാൻ പോയോ എന്നൊക്കെ ചോദിക്കുന്നു. ഉറങ്ങണ്ടേ പാവം കളക്ടർക്ക്. അപ്പോൾ എന്തായാലും അവധിയുടെ കാര്യം ഞാനിപ്പോൾ വിശദമായിട്ട് പറയാം. കനത്ത മഴ സംസ്ഥാനത്താകമാനം തുടരുന്ന പശ്ചാത്തലത്തിലാണ് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. അപ്പോൾ ജില്ലകൾ ഒന്നുകൂടി കേട്ടോളൂ, നിങ്ങളിനി കേട്ടില്ലെന്ന് പറയുന്നത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി കൊടുത്തിരിക്കുന്നത്. ഈ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾക്കും ഈ അവധി ബാധകമായിരിക്കും. ഇടുക്കിയിലും വയനാട്ടിലും റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പക്ഷേ ഈ അവധി ബാധകമല്ല. മലപ്പുറത്ത് നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കും അങ്കണവാടികൾക്കും മദ്രസകൾക്കും നാളെ അവധിയായിരിക്കും. കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫിലും നടക്കുന്ന ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് മാറ്റമില്ല. ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പരീക്ഷകൾ നടക്കും. അപ്പോൾ പരീക്ഷയില്ല എന്നുള്ള വിശ്വാസത്തിലിരിക്കേണ്ട. അപ്പോൾ പരീക്ഷകളുണ്ട്. അപ്പോൾ ഇത്രയും ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റിടങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ എത്രയും പെട്ടെന്ന് അറിയിക്കുകയും ചെയ്യും. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇർവിൻ ചോദിക്കുന്നു, SKN ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയോ? മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ, നാളെ ഇനി മോർണിംഗ് ഷോയ്ക്കും കയറേണ്ടതെന്ന് ചോദിക്കുന്നു. ഇർവിൻ കിടന്നുറങ്ങിയിട്ടില്ല. അത് എൻ്റെ മുഖത്ത് കഴിഞ്ഞ കുറച്ച് കാലമായി കുറച്ച് ക്ഷീണിച്ച് കിടക്കുക. അത് ഇന്നത് സീസൺ മോശമായുണ്ടായിരിക്കും. മാറ്റിയെടുക്കാം, നാളെ രാവിലെ ആകട്ടെ. മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കരുവാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട തരിശ് സ്വദേശി റംഷാദിന് ജീവൻ നഷ്ടമായി എന്ന വാർത്ത വരുന്നു. നിലമ്പൂർ താലൂക്കിൽ നാളെ അവധിയാണ്. ബിപിൻ സി വിജയൻ വിശദാംശങ്ങൾ നൽകും മലപ്പുറത്തുനിന്ന്. ബിപിൻ, പറയൂ. SKN ഇടവിട്ട് കനത്ത മഴ എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിലെ ഒരു അന്തരീക്ഷമുള്ളത്. ഇതാ ഇപ്പോഴാണ് അല്പം ഒന്ന് മഴയ്ക്ക് ഒരു ശമനം വന്നത്. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ വീണ്ടും ഒരു കനത്ത മഴ. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ പറഞ്ഞതുപോലെ തന്നെ നിലമ്പൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. മഴ ഏറ്റവും കൂടുതൽ ഒരു ഭീതി ഉണ്ടാക്കുന്നത് നിലമ്പൂർ മേഖലയിൽ തന്നെയാണ്. ആശങ്കയായി നിൽക്കുകയാണ്. കാരണം ചാലിയാർ വലിയ കുത്തൊഴുക്കാണ്. ചാലിയാർ നിറഞ്ഞൊഴുകുന്നു എന്നുള്ളതാണ്. അവിടെയുള്ള എല്ലാ പുഴകളും തന്നെ നിറഞ്ഞൊഴുകുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഒപ്പം തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ജ്യോതിപ്പടി മുതലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. മണ്ണുപ്പാടം എന്നുള്ളൊരു പ്രദേശത്ത് ഒരു വലിയ മഹാഗണി മരം തന്നെ റോഡിലേക്ക് വീണ് അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഏകദേശം 1 മണിക്കൂറോളം ആ പ്രദേശത്ത് ആകെ തന്നെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കരുവാരുകുണ്ട് നിന്നാണ്, അവിടെ സ്വപ്നക്കുണ്ട് എന്നുള്ള പ്രദേശത്ത് നിന്നാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത വന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം 5 സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു റംഷാദ്. അപ്പോഴാണ് ആ ഒരു വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് മരണം സംഭവിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഒരു സുഹൃത്തിന് കൂടി ഗുരുതരമായി അവിടെ പരിക്കേറ്റിട്ടുണ്ട്. പൊന്നാനി പ്രദേശത്ത് കടൽക്ഷോഭത്തിനുള്ളൊരു സാധ്യത അതുപോലെ തന്നെ നിലനിൽക്കുന്നു. വലിയ രീതിയിലുള്ള കാറ്റടിക്കുന്നുണ്ട്. നിലമ്പൂർ മേഖലയിൽ ആണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലമ്പൂർ താലൂക്കിലെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ മറ്റിടങ്ങളിൽ അവധിയില്ല എന്നുള്ളത് കൂടി പ്രത്യേകം പ്രേക്ഷകർ ഓർക്കണം. ഇതാണ് നിലവിലെ മഴയുടെ സാഹചര്യം. റെഡ് അലർട്ട് ആയതുകൊണ്ട് തന്നെ ഇനിയും മഴ കനക്കുകയാണെങ്കിൽ ഈ പുഴകളൊക്കെ നിറയുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലടിയിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധുവീടുകളിലേക്കൊക്കെ മാറാനുള്ള ഒരു ജാഗ്രത ജനങ്ങൾ കാണിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. SK
ഇപ്പോൾ കിട്ടിയ വാർത്ത, ചില സ്ഥലങ്ങളിൽ കൂടി അവധി വന്നിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചത്. പുതിയതായി പത്തനംതിട്ട ജില്ലയിൽ കൂടി അവധിയുണ്ട്. ഈ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്കും അവധിയായിരിക്കും. അതുപോലെ കുട്ടനാട്, ചേർത്തല താലൂക്കുകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കിയിലും വയനാട്ടിലുമുള്ള റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ അവധി ബാധകമല്ല. മലപ്പുറത്ത് നിലമ്പൂർ താലൂക്കിലെ സ്കൂളുകൾക്കും അംഗനവാടികൾക്കും മദ്രസകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫിലും നടക്കുന്ന ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് ഈ അവധി ബാധകമല്ല. മാറ്റമില്ലാതെ പരീക്ഷ തുടരുകയും ചെയ്യും. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ പുന്നപ്പുഴയിലെ ശക്തമായ കുത്തൊഴുകിൽ ബെയിലി പാലത്തിലെ സംരക്ഷണ കവചത്തിൽ നേരിയ വിള്ളലുണ്ടായി. സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. രാവിലെ തന്നെ പൊതുമരാമത്ത് വിഭാഗമൊക്കെ തന്നെ ഇറങ്ങി പണി തുടങ്ങിയിരുന്നു. തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാഴകൃഷി ഉൾപ്പെടെ വെള്ളത്തിലായി. കല്ലൂരിൽ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പുഴങ്കുനി ഉന്നതിയിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വയനാട്ടിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നു. സുർജിത്ത്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന വിധത്തിലുള്ള മഴപ്പെയ്ത്താണ് ഇപ്പോൾ വയനാട്ടിലുള്ളത്. ഇടവിട്ട് ശക്തമായ മഴയാണ് പെയ്യുന്നത്. പ്രത്യേകിച്ച് വയനാടിൻ്റെ ഈ പടിഞ്ഞാറൻ മേഖലയിലാണ് മഴ ശക്തമായ രീതിയിൽ തന്നെ ലഭിച്ചിട്ടുള്ളത്. ലക്കിടിയിൽ, അതോടൊപ്പം മുണ്ടക്കൈ പ്രദേശത്ത് ഉൾപ്പെടെ മഴയുണ്ട്. ഒപ്പം തന്നെ ഈ തവിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, തൊണ്ടർനാട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, പനമരം മേഖല, ഇവിടെയെല്ലാം തന്നെ ശക്തമായ രീതിയിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. പല താഴ്ന്ന പ്രദേശങ്ങളും ഇതിനകം തന്നെ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. തവിഞ്ഞാൽ പ്രദേശത്ത് വാഴകൃഷിക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ച ഒരവസ്ഥ കൂടിയുണ്ട്. പനമരത്ത് പല ഭാഗങ്ങളും ഈ വയലിനോട് ചേർന്ന് കിടക്കുന്ന പുഴയുള്ള ആ പ്രദേശത്തെല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മണിയങ്കോട് പ്രദേശത്ത് കമ്പളക്കാട്ടേക്ക് പോകുന്ന കൽപ്പറ്റ നഗരസഭയിലെ പ്രദേശമാണത്, അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. അത്തരത്തിൽ മഴ അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് വയനാടിനെ സംബന്ധിച്ചുള്ളത്. നാളെ ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഷട്ടർ തുറക്കാൻ വേണ്ടി പോവുകയാണ്. സെക്കൻഡിൽ 50 ക്യൂബിക് വെള്ളം ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് തുറന്നുവിടും എന്നുള്ളതാണ് അറിയിപ്പായി വന്നിട്ടുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് കബനി തടം, ഒപ്പം തന്നെ ഈ പനമരം പുഴയുടെ ഭാഗങ്ങൾ, ഇവിടെയെല്ലാം ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനുൾപ്പെടെ ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിയും കർശനമായ രീതിയിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നിയമ നടപടി എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥിതി കൂടിയുണ്ട്. അതായത് മാനന്തവാടിയിൽ ഉൾപ്പെടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വയനാട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും മഴ ഈ പുളിഞ്ഞാൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ വളപട്ടണം മുതൽ ന്യൂ മാഹി വരെ നാളെ രാവിലെ 8:30 മണി വരെയും, കാസർഗോഡ് ജില്ലയിലെ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെ ഉച്ചയ്ക്ക് 2:30 മണി വരെയും 2.8 മുതൽ 3.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അഭ്യർത്ഥനയിൽ പറയുന്നുണ്ട്. സ്വർണ്ണാഭരണ നിർമ്മാണ കയറ്റുമതി രംഗത്ത് 2 പതിറ്റാണ്ടിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള വിൻസ്മര ഗ്രൂപ്പ് സ്വന്തം ബ്രാൻഡുമായി റീറ്റെയിൽ സ്വർണ്ണാഭരണ വിപണന രംഗത്തേക്ക് വരുന്നു. രാജ്യത്തിനകത്തും പുറത്തും വിൻസ്മര എന്ന പേരിൽ വൻ സ്വർണ്ണാഭരണ വ്യാപാര ശൃംഖല ആരംഭിക്കുന്നു. അവർ ഇന്ത്യയിലെ ആദ്യ റീറ്റെയിൽ ഷോറൂം കോഴിക്കോട് പൊറ്റമ്മലിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിൻ്റെ ഗ്രാൻഡ് ലോഞ്ചിന് ഓഗസ്റ്റ് 17 സൂപ്പർ താരം മോഹൻലാൽ എത്തും എന്ന് കമ്പനി അറിയിക്കുന്നു. എല്ലാ ആശംസകളും. കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനാഷണൽ സ്വർണ്ണാഭരണ ബ്രാൻഡ്. ഇതാണ് വിൻസ്മര ലക്ഷ്യമിടുന്നത്. ഗോൾഡ്, ഡയമണ്ട്, പോൾക്കി, പ്രഷ്യസ് സ്റ്റോൺ, സിൽവർ എന്നിവയുടെ ഏറ്റവും വിശാലമായ പുതിയ കളക്ഷനുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 1,00,000 സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണമുള്ള വലിയ ഷോറൂം, പാരമ്പര്യവും അത്യാധുനികതയും ഇടകലർന്നുള്ള ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകൾ ഇവിടെ ലഭിക്കും. ആവശ്യക്കാരൻ്റെ ഭാവനയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ശാസ്ത്രീയമായ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചു നൽകുക എന്നുള്ളതാണ് വിൻസ്മരയുടെ സവിശേഷത. നിർമ്മാതാക്കൾ നേരിട്ട് ആഭരണം ആവശ്യക്കാർക്ക് നൽകുന്നു എന്നതാണ് വിൻസ്മരയുടെ പ്രത്യേകതയെന്ന് MD ദിനേശ് കാമ്പർത്ത് പറഞ്ഞു. ദ ഡിസൈൻ, ദ എക്സ്പീരിയൻസ്, അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡിഫറൻസ് വിത്ത് അതേഴ്സ്. കേരളത്തിൽ ഇന്ന് മറ്റ് ഏത് ജ്വല്ലറി കാണുന്നതിനേക്കാളും കൂടുതൽ അവിസ്മരണീയമായ ഡിസൈൻസ്, അതാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത് ഒരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്, അത് ഞങ്ങളുടെ എല്ലാ സ്റ്റോറിൽ പോലും നിങ്ങൾക്കത് ഫീൽ ചെയ്യും. വിൻസ്മര ഇന്ത്യയിൽ മാത്രമല്ല
വിദേശത്തും ഷോറൂമുകൾ ഉടൻ തന്നെ തുറക്കും. ആദ്യ ഷോറൂമിന്റെ ഗ്രാൻഡ് ലോഞ്ചിങ്ങിന് കോഴിക്കോട്ട് സൂപ്പർ താരം മോഹൻലാൽ എത്തുകയാണ്. ഒപ്പം നടനും സംവിധായകനുമായ പ്രകാശ് വർമ്മയും അതിഥിയായെത്തും. മോഹൻലാലിൽ നിന്നും ആഭരണങ്ങൾ നേരിട്ട് സ്വീകരിക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. കോഴിക്കോട്ടെ ഉദ്ഘാടനത്തിന് ശേഷം ദുബായ്, ഷാർജ, കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലും വിൻസ്മരയുടെ വലിയ ഷോറൂമുകൾ ഉടൻ തന്നെ ആരംഭിക്കാനാണ് പദ്ധതി. വാർത്താ സമ്മേളനത്തിൽ വിൻസ്മര ഡയറക്ടർമാരായ കൃഷ്ണൻ കാമ്പ്രത്ത്, അനിൽ കാമ്പ്രത്ത്, ദിനേശ് കാമ്പ്രത്ത്, മനോജ് കാമ്പ്രത്ത്, രാജേഷ് ഇല്ലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. റീറ്റെയിൽ രംഗത്ത് പ്രവേശിപ്പിക്കുന്ന വിൻസ്മരയ്ക്ക് എല്ലാവിധമായ ആശംസകളും. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നല്ലൊരു രാത്രി നിങ്ങൾക്ക് നേരുന്നു. പ്രത്യേകിച്ച് മഴ തകർക്കുന്ന ഈ വേളയിൽ എല്ലാ ജാഗ്രതകളും പ്രിയപ്പെട്ട പ്രേക്ഷകർ പാലിക്കുക. ഗുഡ് ബൈ.